നമ്മളെല്ലാവരും തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. ഫേസ്ബുക്കിലൂടെ നമ്മൾ ഒരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ കാണാറുണ്ടെങ്കിലും ചില സൈറ്റുകൾ സന്ദർശിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചില വീഡിയോസുകൾ കാണണമെങ്കിൽ തന്നെ ഫേസ്ബുക്കിൽ ചില ലിങ്കുകളായിരിക്കും കൊടുക്കുക. അങ്ങനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ വീഡിയോ കാണാറുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ചില പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുന്ന സമയത്ത് അവർ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ചില ലിങ്കുകളായിരിക്കും ഇതുപോലെ കൊടുക്കുക. അങ്ങനെ ലിങ്കുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ സൈറ്റിലേക്ക് എത്തിച്ചേരും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഫേക്ക് സൈറ്റിലേക്കായിരിക്കും എത്തിച്ചേരുക. അതായത് ഫേക്ക് ഫോട്ടോസ് ആയിരിക്കും, ഫേക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും, നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി അവർ കൊടുക്കുന്ന ലിങ്ക് ആയിരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച സൈറ്റിലല്ലാതെ ഏതെങ്കിലും ഫേക്ക് സൈറ്റിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റകൾ ചോർന്നു പോകാൻ ഇത് കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസിക്ക് തന്നെ ഇത് ഭീഷണിയാകാനും അത് കാരണമാകും. എന്നാൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട്. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് സൈറ്റും സന്ദർശിക്കാൻ സാധിക്കും. ഒരിക്കലും ഫേക്ക് സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയേ ഇല്ല. എന്താണ് ആ ഒരു സെറ്റിങ്സ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് എന്താണ് ആ ഒരു സെറ്റിങ്സ് എന്ന് നോക്കാം. ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വീണ്ടും ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ടായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ. ഇവിടെ നിങ്ങൾ കാണാം സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സേഫ് ബ്രൗസിംഗ്. ഈ സേഫ് ബ്രൗസിങ്ങിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു അരമാർക്കുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ടിക്ക് മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഓഫാക്കി വീണ്ടും ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഈ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഏത് ലിങ്കും ബ്രൗസ് ചെയ്യാൻ സാധിക്കും. അതായത് ഫേസ്ബുക്കിലൂടെ വരുന്ന ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുന്നേ പരിചയമുള്ളതാണെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാകും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.